അരവിന്ദ് കെജ്രിവാളിന്റെ ഏകാധിപത്യ ഭരണത്തിനും അഴിമതി രാഷ്ട്രീയത്തിനും കനത്ത പ്രഹരമേൽപ്പിച്ച് ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ എംപിമാർ ബിജെപിയിൽ ചേർന്നതിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് ക്ഷമകെട്ട് നടത്തിയ പ്രതികരണവും നമ്മൾ കണ്ടു. രാഘവ് ഛത്ത, സന്ദീപ് പഥക്, അശോക് മിത്തൽ, ഹർഭജൻ സിംഗ്, രജീന്ദർ ഗുപ്ത, സ്വാതി മാലിവാൾ, വിക്രംജിത്ത് സാഹ്നി എന്നിവരാണ് വികസനത്തിന്റെ രാഷ്ട്രീയം ഉയർത്തി ബിജെപി പാളയത്തിലെത്തിയത്. ഇതോടെ രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടി വെറും 3 അംഗങ്ങളിലേക്ക് ചുരുങ്ങി നാമാവശേഷമായിരിക്കുകയാണ്. AAPയുടെ രാജ്യസഭാ കക്ഷിയിലെ 2 ഭാഗം അംഗങ്ങളും ഒന്നിച്ച് ബിജെപിയിൽ ചേർന്നതിനാൽ ഇവർക്ക് അയോഗ്യതാ ഭീഷണിയില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂൾ പ്രകാരം 2/3 ഭൂരിപക്ഷത്തോടെയുള്ള നീക്കം ലയനമായി കണക്കാക്കപ്പെടും. മുൻപ് TDP അംഗങ്ങൾ ബിജെപിയിൽ ലയിച്ചപ്പോൾ അന്നത്തെ ചെയർമാൻ വെങ്കയ്യ നായിഡു നൽകിയ അംഗീകാരം ഇതിന് ഉദാഹരണമാണ്. ഇതോടെ ഈ 7 പേരും ഇനി ബിജെപി അംഗങ്ങളായി സഭയിൽ തുടരും. ഈ രാഷ്ട്രീയ നീക്കത്തോടെ ഉപരിസഭയിൽ ബിജെപിയുടെയും NDAയുടെയും കരുത്ത് അജയ്യമായി മാറിക്കഴിഞ്ഞു. സാങ്കേതികമായി ഈ അംഗങ്ങൾ ബിജെപിയിലേക്ക് എത്തുന്നതോടെ NDAയുടെ ഫലപ്രദമായ വോട്ട് നില 148 ഉയരും. നിർണായകമായ പല ബില്ലുകളും പാസാക്കാൻ ഇനി ബിജെപിക്ക് ആരുടെയും സഹായം തേടേണ്ടി വരില്ല. ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സുസ്ഥിരമായ ഭരണത്തിനായി ജനപ്രതിനിധികൾ ബിജെപിയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത്. അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ AAP നേതൃത്വത്തോടുള്ള കടുത്ത അമർഷമാണ് മുതിർന്ന നേതാക്കളുടെ ഈ കൂടുമാറ്റത്തിന് പിന്നിൽ. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം തകർന്നതും കെജ്രിവാളിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി പാർട്ടി ഉപയോഗിക്കപ്പെടുന്നതും എംപിമാരെ ചൊടിപ്പിച്ചിരുന്നു. സഭയിൽ വിപ്പ് നൽകാൻ പോലും ഭൂരിപക്ഷമില്ലാതെ AAP നേതൃത്വം അന്തം വിട്ടു നിൽക്കുകയാണ്. ഭാരതത്തിന്റെ വികസന കുതിപ്പിന് കരുത്തു പകരാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപിക്ക് മാത്രമേ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ 7 എംപിമാരും ബിജെപിയിൽ ചേർന്നത്. കുതിരക്കച്ചവടമല്ല, മറിച്ച് രാജ്യ താല്പര്യം മുൻനിർത്തിയുള്ള ലയനമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. തങ്ങളുടെ എംപിമാരെ ബിജെപി റാഞ്ചിയത് ഓപ്പറേഷൻ ലോട്ടസ് എന്ന ഗൂഢപദ്ധതിയിലൂടെയാണെന്നാണ് AAP നേതാവ് സഞ്ജയ് സിംഗ് ആരോപിച്ചത്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും കൂറുമാറിയവർ പഞ്ചാബിലെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ വഞ്ചകരാണെന്നുമാണ് പാർട്ടിയുടെ നിലപാട്. രാഘവ് ഛത്തയ്ക്ക് ബിജെപി കേന്ദ്രമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും AAP ആരോപിക്കുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ എംപിയുമായ കപിൽ സിബലിനെ പോലുള്ളവർ ഈ ലയനത്തിന്റെ ഭരണഘടനാ സാധ്യതയെ ചോദ്യം ചെയ്യുകയാണ്. 10ാം ഷെഡ്യൂൾ പ്രകാരം ഒരു ലയനം സാധ്യമാകണമെങ്കിൽ സഭയിലെ അംഗങ്ങൾ മാത്രം മാറിയാൽ പോരാ, മറിച്ച് രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ലയിക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. AAPക്ക് ഈ അംഗങ്ങളെ അയോഗ്യരാക്കാൻ വേണമെങ്കിൽ ഹർജി നൽകാം. രാജ്യസഭാ ചെയർമാന്റെ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഈ വിഷയം വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നേക്കാം. രാഘവ് ഛത്തയെ രാജ്യസഭയിലെ ഉപനേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയതും പാർട്ടിക്കുള്ളിലെ അധികാര തർക്കങ്ങളും ഈ കൂടുമാറ്റത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. താൻ ശരിയായ പാർട്ടിയിലെ തെറ്റായ വ്യക്തിയായിരുന്നുവെന്നാണ് ഛത്തയുടെ പ്രതികരണം. ഛത്തയുടെ പ്രവർത്തനങ്ങളിൽ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിക്കുള്ളിലെ അസ്വസ്ഥതകളാണ്. ബിജെപിയുടെ ഈ നീക്കം പ്രതിപക്ഷ നിരയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിയെ നേരിടാൻ ഒരുമിച്ച് നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ ഈ കൂടുമാറ്റം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ പൂരത്തിന് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചും ഡൽഹിയിൽ രാഷ്ട്രീയ കരുത്ത് തെളിയിച്ചും ബിജെപി മുന്നേറുമ്പോൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായി നടന്ന ഇടത് AAP സഖ്യത്തിന് ലഭിച്ച കനത്ത തിരിച്ചടിയാണിത്. രാജ്യസഭയിലെ ഈ മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജെപിയുടെ ആധിപത്യം ഊട്ടി ഉറപ്പിക്കുന്നതാണ്.